ഒരു സാക്ഷ്യം നമുക്ക് ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനത്തിൽ വന്ന സ്നേഹ കൊണ്ടുവന്നവരാണ് വീട്. കൊച്ചി റൂമിലാണ്. 9 പ്രാവശ്യം അവിടുത്തെ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാതെ അപ്പോൾ എന്നോട് പറഞ്ഞ അച്ഛാ, ഇനി പരീക്ഷ ഇത് പാസ്സായില്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോരേണ്ടി വരും, എത്ര നാൾ അവിടെ നിന്നൊന്ന് പഠിച്ചതൊക്കെ വെറും കടായി പോകും അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാഞ്ചി മുളവാചനം കഴിഞ്ഞോ. അതുപോലെ തന്നെ ധ്യാനത്തിന് വന്നപ്പോൾ ഇവർക്ക് ആത്മാഭിഷേകം മാതാവിന് പ്രാർത്ഥന കൊടുത്തിരുന്നു, അത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ കൊച്ചി അതുപോലെ ചെയ്തു. അപ്പം അതിന് ഫലമായിട്ട് പരീക്ഷയിൽ ജയിച്ചു. നമുക്കിപ്പോൾ സാക്ഷ്യം കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഞാൻ സ്നേഹമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം അത് പാസ്സായി കേട്ടോ. 2 ദിവസമായിട്ടായിരുന്നു പരീക്ഷ. വ്യാഴം വെള്ളിയായിട്ടായിരുന്നു. റിട്ടേണും ഓറലും 2ഉം പാസ്സായി. ഭയങ്കര ഹാപ്പി ആച്ച. കാരണം ഞാനൊരു 7-8-9 തവണ എഴുതിയ എക്സാം ഇതുവരെ പാസ്സാവും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫ് ഭയങ്കര സ്റ്റക്കായിട്ടിരിക്കുകയാണ് എക്സാം പാസ്സാകത്തോണ്ട്. എന്നാലും അത് പാസ്സായി. എന്തായാലും അടുത്ത മാസം ഗ്രാജുവേഷൻ കാണും. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. കാരണം കർത്താവും ഇടപെട്ടുകൊണ്ടാണ് പാസ്സായെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്ത ഒരുവിധം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ ഫെയിലായിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാത്രം പാസ്സായി. ഞാൻ വേറെ കുറച്ച് പിള്ളേരും കൂടി പാസ്സായി. അപ്പം താങ്ക്സ് അച്ഛനും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാസ്സായി. അപ്പം ഭയങ്കര താങ്ക് യു സോ മച്ച്. നന്ദിയുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃത്യമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ച് നന്ദി പറയാം. ഒരു കരഘോഷം ഒഴുക്കി യേശുവോട് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യാം.